റേഷൻ വ്യാപാരികൾ ജൂലൈ 8, 9 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി കടകളടച്ച് സമരം നടത്തും. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പൊന്നാനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വിളംബര ജാഥ നടത്തി. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ കടയടപ്പ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. 14,300ഓളം വരുന്ന ചില്ലറ റേഷൻ വ്യാപാരികളാണ് വേതന പാക്കേജ് പരിഷ്കരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് സമരരംഗത്തുള്ളത്. KDPDS ആക്ട് കാലോചിതമായി മാറ്റം വരുത്തുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ വിതരണത്തിനായുള്ള കോടതി വിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂലൈ 5 വരെ നീട്ടിയിരിക്കുന്നതിനാൽ ജൂലൈ 6-ന് റേഷൻ കടകൾക്ക് അവധിയാണ്. ജൂലൈ 8, 9 തീയതികളിൽ സമരം മൂലം കടകൾ അടഞ്ഞുകിടക്കുമ്പോൾ ഞായറാഴ്ചത്തെ പൊതു അവധി കൂടി ചേർത്ത് 4 ദിവസം റേഷൻ കടകൾ അടഞ്ഞുകിടക്കും. രാപ്പകൽ സമരത്തോട് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ അനിശ്ചിതകാല സമരത്തിന് തുടക്കമിടാനാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. റേഷൻ ഡീലർമാരുടെ നേതൃത്വത്തിൽ പൊന്നാനി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വിളംബര ജാഥ നടത്തി. കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് കബീർ അമ്പാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തന്ന ആ കാര്യം തന്നെ യഥാവിധം കിട്ടാതെ 2 മാസവും 3 മാസവും വൈകിപ്പിച്ചുകൊണ്ട് ഓരോ റേഷൻ വ്യാപാരിയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പ്രവണത ആദ്യമായി അവസാനിപ്പിക്കണം. ഞങ്ങൾ ഇതിന് മുന്നോടിയായി നേരത്തെ 2018 ഞങ്ങളുടെ സംവിധാനം മാറ്റിമറിച്ച് ഇപ്പോൾ സംവിധാനം നിലവിൽ വന്നപ്പോൾ പൂർണ്ണമായി സ്വാഗതം ചെയ്തവരാണ്. ഇപ്പോൾ ഒരു സംവിധാനം മാറി മറ്റൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് തന്ന ഓഫർ കേവലം 16,000 രൂപയായിരുന്നു. 16,000 രൂപ വെച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്നും ഞങ്ങളുടെ കറണ്ട് വാടകയും ബിൽഡിംഗ് വാടകയും സെയിൽസ്മാന്റെ ശമ്പളവും കൂട്ടിച്ചേർത്ത് ലൈസൻസിക്ക് ഒന്നും തന്നെ നൽകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും ഒരു സംവിധാനത്തിന്റെ തുടക്കമെന്നോണം 18,000 രൂപ നിങ്ങൾക്ക് തരാമെന്നും 6 മാസത്തിനുള്ളിൽ പുനഃപരിശോധന നടത്താമെന്നും നിങ്ങളിതിന് വഴങ്ങിത്തരണമെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങളന്ന് 6 മാസത്തിന് വേണ്ടി സമ്മതം മൂളുകയുണ്ടായത്. എന്നാൽ 6 മാസം കഴിഞ്ഞു, 6 വർഷവും കഴിഞ്ഞു. ഈ ജൂലൈ മാസത്തേക്ക് ഞങ്ങൾ 7ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ജീവിത ചെലവും മറ്റു പ്രശ്നങ്ങളും കൂടിക്കൊണ്ടുവരുന്നു. കേരള സംസ്ഥാന റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് U മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. ഹരികുമാർ തവനൂർ, CP ഇബ്രാഹിംകുട്ടി, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ITI കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.